കോഫി. കോഫി ഈസ് എ 3/10. കാരണം കോഫി ഒരു സ്റ്റിമുലന്റ് ആണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു മൈഗ്രെയിൻ പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട് കോഫിയിൽ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് യൂഷ്വലി ഈ ഗ്യാസ്ട്രിക് റിലേറ്റഡ് കംപ്ലയിൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, മൈഗ്രെയിൻ വിത്ത് ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ദാറ്റ് 0/10. കാരണം തീരെ നമ്മൾ ഗ്യാസ്ട്രിക് കംപ്ലയിൻസിനാണെങ്കിലും മൈഗ്രെയിനാണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടാത്തൊരു സാധനം തന്നെയാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ലൈക്ക് കൊക്കക്കോള, പെപ്സി എക്സെട്ര. സ്വീറ്റ്സ് പൊതുവേ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ ലെവലിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് തന്നെയാണ് മൈഗ്രെയിൻ പേഷ്യൻസിന് നല്ലത്. സോ വി ക്യാൻ ഗിവ് എ 3/10. ബർഗർ ആൻഡ് പിസ്സ. ദാറ്റ്സ് എ ബിഗ് നോ, 0/10. കാരണം ജങ്ക് ഫുഡ്സിൽ പൊതുവേ ഈ ചീസും പ്രോസസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് മൈഗ്രെയിൻ പേഷ്യൻസിന് നല്ലത്. എഗ് ഇസ് എ കംപ്ലീറ്റ് ഫുഡ് ആക്ച്വലി. കാരണം അതിൽ കംപ്ലീറ്റ് പ്രോട്ടീനാണ്. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ബി പോലെയുള്ളത്, വൈറ്റമിൻ ഡി പോലെയുള്ള എലമെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എപ്പോഴും എഗ് നമുക്കൊരു സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് വി ക്യാൻ ഗീവ് 8/10 ഓർ 9/10. ബിക്കോസ് ഈ 8 കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അതിൽ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ 8/10 ഇസ് ഗുഡ്. ഫ്രൂട്ട്സ് ഇസ് കംപ്ലീറ്റ്ലി ഗുഡ്. അതായത് ഒരു 9/10 നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും വാട്ടർ കണ്ടന്റും എല്ലാം ഉള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ചില ഫ്രൂട്ട്സ് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാറുണ്ട്. അത് ചിലപ്പോൾ മൈഗ്രെയിനിലോട്ട് ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് 9/10. അവക്കാഡോ ഇസ് റിച്ച് ഇൻ മെഗ്നീഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവക്കാഡോ ഒരു ഗുഡ് ഫുഡാണ് ഫോർ മൈഗ്രെയിൻ പേഷ്യൻസ്. വി ക്യാൻ ഗിവ് 9 or 10 out of 10.